6, 7, 8, 9, 10. Okay. Second set once again. Twist. 1, 2. Keep moving. 3, 4, 5, 6, 7, 8, 9, 10. Third set. Once again. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കൈ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കുക. റൈറ്റും ലെഫ്റ്റും ക്രോസ് ആയിട്ട് ചെയ്യാം. 1, 2, 3, 4. Both sides. 5. Keep moving. 6, 7, 8, 9, 10, 11, 12. Keep moving. 13, 14, 15, 16, 17, 18, 19, 20. ഓക്കെ, കൈ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു ട്വിസ്റ്റ് ചെയ്യാം. ഒരു ട്വിസ്റ്റ് നേരെ വരിക. സ്ട്രെയിറ്റ് പഞ്ച്. കൈ നേരെ, നമ്മളുടെ നേരെ ഓപ്പോസിറ്റ് ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ പഞ്ച് ചെയ്യുക? നേരെ ഓപ്പോസിറ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പഞ്ചല്ലേ. അപ്പം അബ്ഡോമനിൽ ഫീൽ ചെയ്യണം കേട്ടോ. അബ്ഡോമനിൽ ഫീൽ ചെയ്തിട്ട് ഇവിടുന്ന് കൈ ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. വെറുതെ പഞ്ച് ചെയ്യരുത്. വെറുതെ പവർ ഇല്ലാതെ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. നമ്മൾ വളരെ കുറഞ്ഞ സമയം വർക്ക്ഔട്ട് ചെയ്യുള്ളൂ. അത് നന്നായിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, റെഡി? ട്വിസ്റ്റ്, പഞ്ച്. 1. 10 ടൈംസ് റൈറ്റ്, 10 ടൈംസ് ലെഫ്റ്റ് ചെയ്യൂ കേട്ടോ. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ചെയ്യാം കേട്ടോ. ഗിവ് മീ 1 സെക്കൻഡ്. ഒരു സെറ്റ് അല്ലേ ചെയ്തുള്ളൂ? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് 2 ചെയ്തു. ഓക്കെ, മൂന്നാമത്തെ കൂടെ ചെയ്യും. ട്വിസ്റ്റ് ആൻഡ് പഞ്ച്, ട്വിസ്റ്റ് ആൻഡ് സ്ട്രെയിറ്റ് പഞ്ച്. Keep moving. Then left, twist and straight. ഒരു സൈഡിലേക്ക് ടേൺ ചെയ്യാം, തിരിച്ച് സ്ട്രെയിറ്റ് പഞ്ച് ചെയ്യാം. കാല് കാണാം. ടേൺ പഞ്ച്.
3 സെറ്റ് ആയി കഴിഞ്ഞാൽ മാർച്ച് ചെയ്യാം, വെറുതെ നിൽക്കരുത്. മാർച്ച് മാർച്ച് മാർച്ച്. ഇനി ജമ്പ് ചെയ്തുകൊണ്ട് ഐ ഫീൽ സോ ഹാപ്പി എന്ന് പറയണം കേട്ടോ. ഐ ഫീൽ സോ ഹാപ്പി 10 പ്രാവശ്യം പറയാം. ഐ ഫീൽ സോ ഹാപ്പി. എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു. 10 പ്രാവശ്യം പറയാം. ആത്മാർത്ഥമായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് പറയാം. ഐ ഫീൽ സോ ഹാപ്പി. Just feel happy and grateful. പത്ത് പ്രാവശ്യം പറഞ്ഞു. ഓക്കെ, now side to side കാലും കൈയും ലിഫ്റ്റ് ചെയ്യാം. 1 2 keep moving. 3 4 5 6 7 8 9 10 11 12. Very good. 13 14 15 16 17 18 19 20. ഓക്കെ, ഇനി 2 ഷോൾഡറിൽ ഇങ്ങനെ തട്ടുക. എന്നിട്ട് പറയാ ഐ അപ്രീഷിയേറ്റ് മൈ എഫേർട്സ്. ഐ അപ്രീഷിയേറ്റ് മൈ സെൽഫ്. 10 പ്രാവശ്യം പറയാ കേട്ടോ. ഇത് ചെയ്യുമ്പോ മാർച്ച് ചെയ്തുകൊണ്ട് പറയാ, റെസ്റ്റ് ചെയ്യണ്ട അനിത. കീപ് മാർച്ചിങ്. സേ ഐ അപ്രീഷിയേറ്റ് മൈ സെൽഫ്. I appreciate my efforts. Done? Okay. ഇനി നേരത്തെ പഞ്ച് ചെയ്ത പോലെ, നേരത്തെ നമ്മൾ സ്ട്രേറ്റ് പഞ്ച് ആയിരുന്നു ചെയ്തിരുന്നത്. കാൽമുട്ട് വേദന ഇല്ലാത്തവര് മാത്രം, ഓക്കെ, മുട്ട് വേദന ഒരു തരത്തിലും ഇല്ലാത്തവര് മാത്രം പുറകിലേക്ക് ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജമ്പ് ചെയ്യാം. ഹായ് ഫസ്ന. ഫസ്ന ഒന്ന് മാർച്ച് ചെയ്ത് വാമപ്പ് ചെയ്തോളൂ കേട്ടോ. ഒന്ന് മാർച്ച് ചെയ്യൂ. മാർച്ച് ചെയ്യാം. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മാർച്ച് ചെയ്യും. ഫസ്ന മാത്രം. ഓക്കെ, ബാക്കി എല്ലാവരും ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുട്ടുവേദന ഇല്ലാത്തവർക്ക് ജമ്പ് ചെയ്യാം, തിരിച്ചു വരാം. എന്നിട്ട് ക്രോസ് ആയിട്ട് പഞ്ച് ചെയ്യാം. നേരത്തെ നമ്മള് സ്ട്രെയിറ്റ് ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ക്രോസ് പഞ്ച് ചെയ്യുമ്പോഴും അബ്ഡോമനിൽ ഫീൽ ചെയ്യണം. ഓക്കെ, ഇപ്പൊ റെഡി? 1 ക്രോസ്, 2 ക്രോസ്. ജമ്പ് ചെയ്തോണ്ട് ചെയ്യാം, പെയിൻ ഇല്ലാത്തവർ മാത്രം. ഇപ്പൊ ഒരു കൈ കൊണ്ട് മാത്രമാണ് നമ്മൾ പഞ്ച് ചെയ്യണേ, 2 കൈ കൊണ്ടും പഞ്ച് ചെയ്യരുത്. ഒരു കൈ ഇങ്ങനെ വെക്കുക, റൈറ്റ് ഹാൻഡ് മാത്രം. ഏതാ നിങ്ങളുടെ റൈറ്റ് ഇതല്ലേ? ഓക്കെ, അപ്പൊ റൈറ്റ് മാത്രം പഞ്ച് ചെയ്യാം. 1 punch, 2 punch, 3 punch, 4 abs right, 5 keep moving, 6 keep moving, 7 8 9. ഫസ്റ്റിനെ കൈയൊക്കെ നന്നായിട്ട് മൂവ് ചെയ്തിട്ട് മാർച്ച് ചെയ്യൂ. 10 11 20 ആണ്, നിർത്തരുത്. 12 13 14 15 keep moving, 16 17 18 19 20. വെരി ഗുഡ്. അതേപോലെ ഓപ്പോസിറ്റ്. ഇപ്പൊ റൈറ്റ് ആണ് ചെയ്തെങ്കിൽ ലെഫ്റ്റ് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ്. 1 ഒരേ ഹാൻഡ്, 2 3 4 5 6 7 8 9 10 11 12 13 keep moving, 14 15 16
17, 18, 19, 20. വെരി ഗുഡ്. കൈ വീണ്ടും ലിഫ്റ്റ് ചെയ്യുക. ജസ്റ്റ് ചാടണ്ട, ഹീൽസ് മാത്രം. ഫസ്റ്റിനെ കൂടെ ചെയ്തോട്ടോ. കൈ ജസ്റ്റ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുക, ഹീൽസ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. And say, I am the happiest person in this world. ഫസ്റ്റിനെ ചെയ്തോളൂ. Keep saying 10 times, I am the happiest person in this whole universe. Just heel മാത്രം up and down ചെയ്യും. Heel മാത്രം up and down ചെയ്യുക. കൈ just ഇങ്ങനെ lift ചെയ്യുക. Keep saying, feel it. ഒരു റീസണും ഇല്ലാതെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. Just feel it. Keep moving. Keep moving. Done. Okay. ഇനി നമ്മൾ ഒരു മാരത്തോണിലാണെന്ന് വിചാരിക്കുക. ഒരു കാല് ഫ്രണ്ടിൽ വെച്ചിട്ട് ഓടാൻ പോവാണ്. ഓക്കെ, ഫുൾ സ്പീഡിൽ ഓടാൻ പോവാണ്. അപ്പൊ നിങ്ങളാണ് ഏറ്റവും ഫ്രണ്ടിൽ ഓടുന്നത്. അപ്പൊ ആ കംപ്ലീറ്റ് എനർജിയും ഫീൽ ചെയ്തുകൊണ്ട് ഓടുക. പക്ഷെ കാലനക്കണ്ട, കയ്യില് അപ്പർ ബോഡിയിൽ ഫീൽ ആവണം. റെഡി, സ്റ്റാർട്ട്. 1, കീപ് മൂവിങ്. 2, അനിത. 3, വെരി ഗുഡ് ബീനമ്മ. 4, ബീനമ്മ ഓടുന്ന പോലെ ഓടണം എല്ലാരും. 5, 6, സൂപ്പർ. 7, 8, 9, 10, 11, very good, superb. 12, 13, 14, 15, 16, superb. Finish line etti. 17, 18, 19, 20. ഒരു റേസ് ജയിച്ച ഫീലില് ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ട് കൈ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് സന്തോഷം ഫീൽ ചെയ്യൂ. വെരി ഗുഡ്, സൂപ്പർബ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ആണ് കഴിഞ്ഞത്. സെക്കൻഡ് റൗണ്ട് ഓടാൻ പോകണം. അപ്പൊ ഇടതുകാലം മുമ്പിൽ വെക്കാം. ഇടതുകാലം മുമ്പിൽ വെച്ച് ഓടുന്ന ആക്ഷൻ മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, ആക്ഷൻ മാത്രം കാണിക്കാം. റെഡി, സ്റ്റാർട്ട്. കയ്യിൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാം. സ്റ്റാർട്ട്. 1, 2, കീപ് മൂവിങ്. 3, 4, വെരി ഗുഡ്. 5, അബ്ഡോമൻ ടൈറ്റ് ചെയ്യുക. 6, 7, 8, 9, 10, keep moving. 11, 12, 13, 14, 15, ശ്വാസം മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക. 16, 17, ഫിനിഷ് ലൈൻ എത്തി. 18, 19, 20. സൂപ്പർ. ഹാൻഡ്സ് അപ്പ്. ജസ്റ്റ് ഫീൽ ഹാപ്പി, ഫീൽ ദ എനർജി. ഒരു ഓട്ട മത്സരം കഴിഞ്ഞ് ജയിച്ചു നിൽക്കുന്ന ഫീല് കൊണ്ടുവരാം മനസ്സിൽ. ഫുൾ മൈൻഡ് സെറ്റ് ഹാപ്പി ആയിട്ട് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിൽ കൂടെ ശ്വാസം വിടുക. ഇപ്പോഴും അബ്ഡമൻ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നിൽക്കണ പോലെ കേട്ടോ. അബ്ഡമൻ ഉള്ളിലേക്ക് മാക്സിമം വലിച്ചു പിടിക്കുക. ആൻഡ് സേ, ഐ ആം പ്രൗഡ് ഓഫ് മൈ ഹെൽത്തി ആൻഡ് ഫിറ്റ് ബോഡി. എൻ്റെ ഹെൽത്തി ആയ, എൻ്റെ ഫിറ്റ് ആയിട്ടുള്ള ശരീരത്തിനെ കുറിച്ച് ഞാൻ പ്രൗഡാണ്, ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയാം. 10 പ്രാവശ്യം. ജസ്റ്റ് ഫീൽ ഇറ്റ് ആൻഡ് സേ ഇറ്റ്. നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ഫീലിനാണ് ഇമ്പോർട്ടൻസ്. അതാണ് നിങ്ങളുടെ ഇമോഷനാണ് നിങ്ങളുടെ ലൈഫായി ചേഞ്ച് ആക്കാൻ പോകുന്നത്. നിങ്ങളുടെ ശരീരത്തിന് ചേഞ്ച് ചെയ്യാൻ പോകുന്നതും ഈ ഇമോഷനാണ്. സോ ഫീൽ ഇറ്റ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ടിലേക്ക് പോവാം. റെഡി? കൈ രണ്ടും ലിഫ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. കാർഡിയോ വർക്കൗട്ട് ആണ്. Ready, hands up, both hands up, right and left, right and left, right and left, right and left. Very good. 4, 5, 6, keep moving. 7, 8, 9, ദിവ്യനൊക്കെ കുറെ ദിവസമായിട്ട് കാണാനില്ലായിരുന്നു. 10, keep moving. 11, ഫസ്റ്റിനെ 10 ചെയ്താൽ മതി, എന്നിട്ട് മാർച്ച് ചെയ്യാം. 12, 13, 14, 15, 16, 17, 18,
19, 20. ഓക്കെ, ഇനി നമ്മള് രണ്ട് കൈയും ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് കൈ താഴ്ത്താനേ പാടില്ല. ഓക്കെ, കൈ ലിഫ്റ്റ് ചെയ്ത് തന്നെ വെക്കാം. ഇടത് കാലം മുമ്പിൽ വെക്കാം, വലത് കാലം ബാക്കിൽ വെക്കാം. ഇവിടുന്ന് കാലുകൊണ്ട് ഒരു സർക്കിൾ ചെയ്യാൻ പോവാണ്. വലത് കാലുകൊണ്ട് പുറത്തേക്ക് ഒരു സർക്കിൾ. ഇത് നിങ്ങളുടെ ഇടതാണ് അല്ലേ? സോ ദിസ് ഇസ് യുവർ റൈറ്റ്. അപ്പൊ റൈറ്റ് ലെഗ് മൂവ് ചെയ്തോണ്ട് ചെയ്യാം. റൈറ്റ് ലെഗ് പുറത്തേക്ക് സർക്കിൾ. 1, വെരി ഗുഡ്. 2, നിങ്ങളുടെ റൈറ്റ് പുറത്തേക്കാണ്. ദിവ്യ അകത്തോട്ടാണ് ഇപ്പൊ ചെയ്തത്. 3, അകത്തുനിന്ന് പുറത്തേക്ക്, കാലിനോട് ചേർത്ത് പുറത്തേക്ക്. 4, ആബ്സ് ടൈറ്റ് ചെയ്യാം. 5, 6, keep moving. 7, 8, very good. 9, 10, 11, 12, 13, super. 14, 15, 16, ഫസ്റ്റിന എല്ലാം 10 ചെയ്താൽ മതി. 17, ഫസ്റ്റ് ഡേ ആണ്. 18, 19, 20. ഞാൻ പറഞ്ഞില്ലെങ്കിലും 10 ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ. ചിലപ്പോ ചെയ്യാനുള്ള എനർജി ഒക്കെ ഉണ്ടാവും, പക്ഷെ വേണ്ട. ഓക്കെ, അടുത്ത കാല് ഏതാണ്? ലെഫ്റ്റ് ലെഗ്. റെഡി? ഹാൻഡ്സ് അപ്പ്. കം ഓൺ ഗേൾസ്, ഫുൾ എനർജി. 1, ബീന മാം കം ഓൺ. 2, ഇടത് കാല്. 3, 4, 5, 6, 7, 8, 9, 10, 11, 20 ആണ്. 12, 13, 14, 15, 16, 17, 18, 19, 20. നമ്മൾ വീണ്ടും റേസിംഗ് ട്രാക്കിലേക്ക് ഇറങ്ങും കേട്ടോ. റണ്ണിങ് റേസ്. റെഡി? നിങ്ങളുടെ വലത് കാലം മുമ്പിൽ വെക്കാം, ഇടത് കാലം ബാക്കിൽ വെക്കാം. ഓടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. 20 കൗണ്ട് ആണ് ഓടുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. അബ്ഡമൻ മാക്സിമം ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. റെഡി അല്ലേ? സ്റ്റാർട്ട്. റൈറ്റ് ലെഗ് ഫോർവേഡ്. 1, 2, ഫുൾ എനർജി. 3, 4, വെരി ഗുഡ്. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. സൂപ്പർ. വീണ്ടും കൈ ജസ്റ്റ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഫീൽ ഹാപ്പി ആൻഡ് ഫീൽ മോർ എനർജറ്റിക്. കൂടുതൽ എനർജി തോന്നുമ്പോ എങ്ങനെയാ മുഖം ഉണ്ടാവുക? ആ എനർജി ഫീൽ ചെയ്യൂ. ഫീൽ ഇറ്റ്. Feel it. Come on. Now, left leg forward. ഇടത് കാല് മുമ്പിൽ വെക്കുക. Start running. Come on. 1, 2, 3, 4, 5, 6, 7. Very good. First now. Come on. Keep moving. 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. സൂപ്പർ. അടിപൊളി. നിങ്ങൾക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യൂ. ക്ലാപ്പ് ചെയ്യുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കണം കേട്ടോ. നിങ്ങൾക്ക് കേൾക്കണം. ഡൺ. ഓക്കെ, നമ്മൾ ഇത്രയും നേരം ചെയ്ത് കാർഡിയോ വർക്ക്ഔട്ട്സ് ആയിരുന്നു. നമുക്ക് കുറച്ച് സ്ട്രെങ്ത് വർക്ക്ഔട്ട് ചെയ്യാം. സ്ട്രെങ്ത്തിനുള്ള വർക്ക്ഔട്ട്സ് ചെയ്യാം. ഓക്കെ, ഫ്ലോറിലേക്ക് വരാം. ഇരുന്നോളൂ. ബാക്ക് പെയിൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? ഇല്ല. ഓക്കെ, നിങ്ങളുടെ ഇടത് കാലം മടക്കി വെക്കുക, വലത് കാലം നീട്ടി വെക്കുക. ഇടത് കാലം മടക്കി വെക്കുക, വലത് കാലം നീട്ടി വെക്കുക നിങ്ങളുടെ. ഓക്കെ, then
കാല് മെല്ലെ മുകളിലേക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യോ. 1. ഇനി താഴ്ത്തുമ്പോ ഞാൻ കൗണ്ട് ചെയ്യുമ്പോ അതിനനുസരിച്ച് താഴ്ത്താൻ പാടുള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സ്ലോ ആയിട്ട് താഴ്ത്താം. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെ എഫക്റ്റ് ആവും? ആർക്കോ മസിൽ ക്രാമ്പ് കിട്ടി. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാക്കി അല്ലേ? മസിൽ ക്രാമ്പ് വേറെ ആർക്കെങ്കിലും കിട്ടിയോ? മസിൽസ് വീക്ക് ആകുമ്പോഴാണ് അത് ക്രാമ്പ് വരുന്നത്. അപ്പൊ എന്താ ചെയ്യണം? ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു. ഇവിടെയാണ് ക്രാമ്പ് വന്നെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു. നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് അബ്ഡമനില് ഫീല് വരും. അതേപോലെ തന്നെ നിങ്ങളുടെ തൈസ്, ഇന്നർ തൈസ്, കാഫ് മസിൽ ഇവിടെയൊക്കെ ഫീൽ ചെയ്തുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. സ്ട്രെങ്ത് വർക്കൗട്ടും കാർഡിയോ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കാർഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. സ്ട്രെങ്ത് അങ്ങനെയല്ല, നമ്മളുടെ മസിൽസിനെ ടൈറ്റ് ചെയ്തിട്ടാണ്, അതിനെ എൻഗേജ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, റെഡി? രണ്ടാമത്തെ ബ്രീത്ത് ഔട്ട്. 1, 2, 3, 4. ഹോൾഡ്. ഇവിടെ ഹോൾഡ് ചെയ്യാം 10 സെക്കൻഡ്. 1, 2, 3, 4, 5, 6. കാല് പോയിന്റ് ചെയ്ത് വെക്കൂ. 7, 8, 9, 10. സ്ലോലി ഡൗൺ. 1, 2, 3, 4, 5, 6. രണ്ടെണ്ണായി അല്ലേ? മൂന്നാമത്തെ റെഡി? പോയിന്റ് ചെയ്യാ, ലിഫ്റ്റ് ചെയ്യാ. Stay there. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Slowly down. Up. അഞ്ചാമത്തെ അല്ലേ? 5 4? റെഡി? 4. Up. Very good. Lift. Slow ആയിട്ട് ലിഫ്റ്റ് ചെയ്യാ, ഹോൾഡ് ചെയ്യാ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Slowly down. മെല്ലെ താഴ്ത്താം. അഞ്ചാമത്തെ റെഡി? Breathe out. Up. Stay there. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Slowly down. എത്ര മെല്ലെ ചെയ്യണോ അത്ര നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും. 6. ബ്രീത്ത് ഔട്ട്. അപ്പ്. ആബ്സ് ടൈറ്റ് ചെയ്യുക, കാലിലെ മസിൽസ് എൻഗേജ് ചെയ്യുക. 1, കാല് പോയിന്റ് ചെയ്ത് പിടിക്കൂ. 2, അവിടെ ഹോൾഡ് ചെയ്യുക. 3, 4, 5, 6, 7, 8, 9, 10. സ്ലോലി ഡൗൺ. ആരെവിടെ കിടന്നെ നോക്കുന്നത്? 7. Up. Breathe out. Up. Hold here. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Slowly down. വീണ്ടും ക്രാമ്പ് വന്നോ? തന്നെയാ? ഇല്ല. 8. മസിൽ പെയിൻ ആണ്, കുഴപ്പമില്ല. Come on. 8. Up. Slowly. 1, 2, 3, 4. അവിടെ ഹോൾഡ് ചെയ്യാ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Slowly down. 9. ഒൻപതാമത്തെ. Breathe out and lift. Breathe out and lift. 1, 2, 3. കാല് പോയിന്റ് ചെയ്ത് വെക്കുക. 4, 5, 6, 7, 8, 9, 10. Slowly down. Last one. 10. Ready? Lift. ആര് ഫസ്റ്റിനായി മൊബൈൽ എടുത്ത് കളിക്കുന്നത്? ഹോൾഡ് ചെയ്യാ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Slowly down. Very good.
ഇതാണ് സ്ട്രെങ്ത് വർക്ക്ഔട്ട്. സ്ട്രെങ്ത് വർക്ക്ഔട്ട് നമ്മൾ മാക്സിമം സ്ലോ ആയിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഫസ്റ്റ് ഒരു കാര്യം ചെയ്യൂ, ഒരു ട്രൈപോഡ് മേടിക്കുക ഇതുപോലത്തെ. 1200 1400 രൂപയൊക്കെ ഉണ്ടാവും. ചെറുതിന് ചിലപ്പോ ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയത് ഉണ്ടാവും, ചിലപ്പോൾ 400 രൂപയ്ക്ക് കിട്ടും. മേടിച്ചിട്ട് അതിൽ മൊബൈൽ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് വെക്കാം. എനിക്ക് ഫുൾ ബോഡി കാണാൻ പറ്റും. ഓക്കെ, മൺഡേ ആകുമ്പോഴേക്കും സെറ്റ് ആക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഇനി അടുത്ത കാല്. ദിവ്യ റെഡി അല്ലേ? കമോൺ ദിവ്യ, ഉഷാർ. അടുത്ത കാല്. ഇപ്പൊ നിങ്ങളുടെ വലത് കാല് മടക്കി വെക്കുക, ഇടത് കാല് നീട്ടി വെക്കുക. സ്ലോ ആയിട്ട് ലിഫ്റ്റ് ചെയ്യുക, അബ്ഡമൻ ടൈറ്റ് ചെയ്യണം, ബ്രീത്ത് ഔട്ട് ചെയ്യുക, എൻഗേജ് ചെയ്യുക. കാലിന്റെ മസിൽസ് ഒക്കെ എൻഗേജ് ചെയ്തുകൊണ്ട് 1 2 3 4 അവിടെ ഹോൾഡ് ചെയ്യൂ. 1 2 3 4 5 6 7 8 9 10. Slowly down. Very good. 2 up. മെല്ലെ ലിഫ്റ്റ് ചെയ്യുക. 1 2. Stay there. 3 4 5 6 7 8 9 10. Down. Then 3 up. 1 2 3 4. Hold here. 1 2 3 4 5 6 7 8 9 10. Down. ദിവ്യ നൈസായിട്ട് കാൽമുട്ട് മടക്കുന്നുണ്ട് അല്ലേ? മുട്ട് മടക്കാതെ നിവർത്തി പിടിച്ചാലേ നമുക്ക് മസിൽസ് ഒക്കെ എൻഗേജ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മുട്ട് മടക്കി എന്താവും, കാലിലെ മസിൽസ് ലൂസ് ആയി പോകും. ഓക്കെ, നാലാമത്തെ സെറ്റ്. റെഡി? വേദനയൊക്കെ ഉണ്ടാവും, സാരില്ല. നോ പെയിൻ നോ ഗെയിൻ. റെഡി, സ്റ്റാർട്ട്. ബ്രീത്ത് ഔട്ട്, അപ്പ്. സ്ലോ ആയിട്ട്, സ്പീഡ് വേണ്ട. 1 2 3 4. ആ സ്പീഡ് മതി. അവിടെ ഹോൾഡ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. Down. ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ആൻഡ് അപ്പ്. ദിവ്യനെ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അടുത്ത് വന്ന് നോക്കണ്ട. കാല് നീട്ടി വെച്ചോ. റെഡി? അവിടെ തന്നെ ഇരുന്നോ, പോയിക്കോ, പുറകിലേക്ക് പോയിക്കോ. ഓക്കെ, ബ്രീത്ത് ഔട്ട്. അഞ്ചാമത്തെ, ബ്രീത്ത് ഔട്ട് ആൻഡ് അപ്പ്. സ്റ്റേ there. 1. കാൽ ടൈറ്റ് ചെയ്യൂ. 2 3 4 5 6 7 8 9 10. അങ്ങനെ തന്നെ. വെരി ഗുഡ്. സ്ലോലി ഡൗൺ. സ്ക്രീൻ വലുതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യൂ അല്ലേ? 6. ബ്രീത്ത് ഔട്ട് ആൻഡ് അപ്പ്. റെഡി? 1 2 3 4 5 6 7 8 9 10. Slowly down. Breathe out and up. Hold. Come on. Breathe out. Slowly up. 1 2. നടു വളക്കരുത് ധന്യ. 3 4. സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കുക. 5 6 7. ഫുൾ വെയിറ്റും കൈയിലേക്ക് കൊടുക്കരുത്. കൈ ജസ്റ്റ് ഒന്ന് അവിടെ നടു നിവരാൻ വേണ്ടി മാത്രം കൊടുത്താൽ മതി. സ്ലോലി ഡൗൺ. എത്രയാ? 7. up. breathe out. hold here. 1 2 3 4 5 6 7 8 9 10. very good. up. 8. breathe out. hold here. 1 2 3 4 5 6 7 8 9 10. down. രഞ്ജിനി വീട്ടിലല്ലേ ഉള്ളത്? ഇന്ന് നല്ല റേഞ്ച് ഒക്കെ ഉണ്ടല്ലോ. കുഴപ്പമില്ല, അൺമ്യൂട്ട് ചെയ്യണ്ട, കുഴപ്പമില്ല, ക്ലാരിറ്റി ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞോളൂ. ഓക്കെ, ലാസ്റ്റ് 2 sets. breathe out, up. hold here. 1 2 3 4 5 6 7 8 9
10. Slowly down. Last one, 10. Breathe out and up. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Slowly down. Very good. രണ്ട് കാലിനെയും ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഹഗ് ചെയ്യാം. അടിയിൽ കൂടെ കേട്ടോ, അടിയിൽ കൂടെ ഇങ്ങനെ ഹഗ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ജനിച്ചപ്പോ തൊട്ട് ഇത്രയും കാലം നമുക്ക് വേണ്ട സ്ഥലത്തൊക്കെ പോവാൻ കൂടെ വന്നതിനും ഡാൻസ് ചെയ്യുമ്പോ കൂടെ തുള്ളിച്ചാടി കളിച്ചതിനും എല്ലാത്തിനും കാലിനോട് താങ്ക് യു പറയാം. താങ്ക്സ് ഫോർ ബീങ് സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ. ഇനി കൈ രണ്ടും നെഞ്ചിൽ വെച്ചോ. എന്നിട്ട് രണ്ട് കൈയിലും ഫുൾ സ്നേഹം നിറയ്ക്കുക കേട്ടോ. ഫുൾ സ്നേഹം നിറച്ചിട്ട് നേരെ കാലിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കാലിന്റെ അടിയിൽ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരാം. Say I love myself. Hug yourself. Very good. Next workout ചെയ്യാം. നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മള് കൈയിലെ ട്രൈസെപ്സിലെ ഈ ഭാഗവും അതെ നമ്മളിങ്ങനെ കൈ തൂക്കുമ്പോ ഇവിടെ ലൂസായി നിൽക്കുന്ന ഒരു ഭാഗമില്ലേ, അതിനെ ടൈറ്റ് ആക്കാനും അതേപോലെ തന്നെ നമ്മളുടെ ബാക്ക് മസിൽസിനും കാലും ഹാംസ്ട്രിങ്സിനും കിട്ടുന്ന വർക്കൗട്ട്. അപ്പൊ എന്തെയ്യെന്ന് വെച്ചാൽ ഫസ്റ്റ് കൈ ഇങ്ങനെ ബാക്കിലേക്ക് ബെൻഡ് ചെയ്യും. ഇതൊന്ന് ചെയ്ത് നോക്കി എല്ലാവരും. കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഒരു കുറച്ചെണ്ണം ചെയ്യുമ്പോഴേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് നമുക്കൊരു 20 പ്രാവശ്യം ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും 20 പ്രാവശ്യം ചെയ്യാം. റെഡി? 1, കം ബാക്ക്. സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ. 2, നേരെ മുകളിലേക്ക് നോക്കുക. 3, breathe out. 4, breathe out. 5, breathe out. കയ്യിൽ ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യുക. 6, breathe out. 7, breathe out. 8, breathe out. 9, breathe out. 10, breathe out. 11, breathe out. 12, breathe out. 13, breathe out. 14, very good. 15, 16, 17, 18, 19, 20. റിലാക്സ്. നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ കയ്യിൽ ഫീൽ ചെയ്തു, ട്രൈസെപ്സിൽ ഫീൽ ചെയ്തു ഇത്? വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ ഇതാണ് ഫസ്റ്റ് വർക്കൗട്ട്. ഇതിന്റെ കൂടെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താന്ന് നോക്കിക്കോ. ഒരു പ്രാവശ്യം ഇതേപോലെ ബാക്കിലേക്ക് പോവുക. ആത്മാർത്ഥമായിട്ട് മുകളിലേക്ക് നോക്കി പോകണം കേട്ടോ. വെറുതെ ഇങ്ങനെ ചാരി കളിക്കരുത്. ബെൻഡ് ചെയ്യുക, തിരിച്ചു വരിക. ഇതാണ് 1. 2 എന്ന് പറയുന്നത് ഹിപ്സിനെ റൈസ് ചെയ്യും. Then down. ഓക്കെ, അങ്ങനെ ഈ രണ്ട് വർക്കൗട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1, 2, down. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ 1, 2, 3 and 4 ഇങ്ങനെ ചെയ്യാം. ഓക്കെ, റെഡി? ടുഗദർ. 1, 2, come back. 3 hips up. 4, 1, come back. 2, 3 hips up and 4, 1, bend back. 2, come back. 3, rising hips. 4, come down. 3, move back, come back. Cobra, sorry, cobra la, crab one, down. 4, move back, come back, crab, down. 5, move back,
come back, hips up and down. 6, move back, come back, 3, hips up, down, 4, slow ആയിട്ട് ചെയ്യാം, 7, triceps, come back, hips up and down, 8, move back, ചിരിച്ചുകൊണ്ട് ചെയ്യൂ, come back, hips up and down, 9, move back, come back, hips up and down, 10, 2, 3 and 4, 11, 20 ഇല്ലേ വിനമ, 11, come on, 11, ധന്യ നിർത്തിയോ, hips up and down. Okay, ഒരു കാര്യം ചെയ്യും, ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യും, ഫസ്റ്റ് നെയിം ചെയ്ത് മതി കേട്ടോ. നിങ്ങൾക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യാം, റിലാക്സ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്യാം. കഷ്ടപ്പെട്ട് ആരും വർക്ക്ഔട്ട് ചെയ്യണ എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, 20 ഫിനിഷ് ചെയ്യാൻ പറ്റുന്നവർ 20 ഫിനിഷ് ചെയ്യാം. ഇതാരാണ് ഒരു ഗുഡ് ഗേൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രഞ്ജിനി, വെരി ഗുഡ് രഞ്ജിനി. കീപ് മൂവിങ്, കീപ് മൂവിങ്. ഹിപ്സ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വായിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടാം. ബ്രീത്ത് ഔട്ട്, ചുണ്ട് കൂട്ടി പിടിക്കരുത്. ആൻഡ് ഹിപ്സ് അപ്പ്. കൈ കുറച്ചുകൂടെ അടുപ്പിച്ച് വെക്കൂ രഞ്ജിനി, രണ്ട് കൈയും ക്ലോസർ ആയിട്ട് വെക്കും. അതേപോലെ കൈ വിരല് പുറത്തേക്കാണ് വെച്ചിരിക്കുന്നത്, അത് അകത്തോട്ട് വെക്കും. വിരല് പുറകിലേക്ക്, അതന്നെ അകത്തോട്ട് ഫേസ്. വെരി ഗുഡ്. കീപ് മൂവിങ്. Then okay, അപ്പൊ നെക്സ്റ്റ് വർക്ക്ഔട്ട് കോബ്ര സ്ട്രെച്ച്. നെക്സ്റ്റ് വർക്ക്ഔട്ട് അല്ല, നെക്സ്റ്റ് സ്ട്രെച്ചിങ് ആണ് കേട്ടോ. കോബ്ര സ്ട്രെച്ച് ചെയ്യാം. കമിഴ്ന്ന് കിടന്നിട്ട് ഷോൾഡറിന്റെ താഴെ കൈ വെക്കുക. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് മെല്ലെ ഇങ്ങനെ ബോഡി ലിഫ്റ്റ് ചെയ്യും. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ ഈ ഗ്രൂപ്പില്? PCOD, തൈറോയ്ഡ് ഇഷ്യൂസ്? വിനാമൻ എനിക്കറിയാം, അതല്ലാതെ ഫാറ്റി ലിവർ. ദിവ്യ എന്താ ഉള്ളത്? PCOD. PCOD. ഓക്കെ, അപ്പൊ വേറെ ആരെങ്കിലും ഉണ്ടോ PCOD-ക്കാര്? ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ദിവ്യക്ക് വേണ്ടിയിട്ട് ഒരു വർക്കൗട്ട് കൂടെ ചെയ്യാം കേട്ടോ. സ്ട്രെച്ചിങ് കഴിഞ്ഞിട്ട്. വർക്കൗട്ട് അല്ല, യോഗയുടെ ഒരു ചെറിയൊരു ഷോൾഡർ സ്റ്റാൻഡാണ്, സപ്പോർട്ടഡ് ഇൻ വാൾ. ഓക്കെ, ഫസ്റ്റ് കോബ്ര സ്ട്രെച്ച് ചെയ്തോളൂ. 15 സെക്കൻഡ്. 1, look up, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഡൗൺ ചെയ്യാം. ഒരു കാല് മടക്കിയിട്ട് കാലിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഫുൾ സ്ട്രെച്ച് ഹോൾഡ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Change. Other side. Ready? 1, 2, 3, 4, 5,
6, 7, 8, 9, 10, 11, 12, 13, 14, 15. അങ്ങനെ മലർന്ന് കിടക്കുക. ഒരു കാല് നീട്ടി വെക്കുക. എവിടെയാ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുക? കംഫർട്ടബിൾ ആയിട്ട് അവിടെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഫുൾ സ്ട്രെച്ച്, കാല് നീട്ടി വലിച്ച് പിടിച്ചിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Change. Other side. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Very good. അങ്ങനെ inverted V. Press your heels down. Upper body താഴെ പിടിച്ചു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. നെക്സ്റ്റ് എല്ലാരും വാളിന്റെ അടുത്തേക്ക് വരിക. ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കാണിച്ചിട്ട്. ലെഗ് ഓൺ വാൾ. കാണുന്നുണ്ടോ? മാക്സിമം വാളിലേക്ക് ചേർന്നിരിക്കാം. ഓക്കെ, ഇത് PCOD അതേപോലെ തൈറോയ്ഡ് ഇഷ്യൂസിനൊക്കെ നല്ലതാണ്. വന്നവർക്ക് മാറാൻ വേണ്ടിയിട്ടും ഓൾറെഡി ഇല്ലാത്തവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലത്. ഓക്കെ, എസ്പെഷ്യലി ഫോർ ലേഡീസ്. കാൽ രണ്ടും വാളിലേക്ക് വെക്കുക. ഹിപ്സ് ഇവിടുന്ന് ഇങ്ങനെ റൈസ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ബാക്ക് സപ്പോർട്ട് ചെയ്യാം. ബീനാമ്മ ഒരുപാട് സമയം ഹോൾഡ് ചെയ്യണ്ട. BP ഇഷ്യൂ കുറച്ച് ഓക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ചെയ്താൽ മതി. ബാക്കിയുള്ളവര് ഹോൾഡ് ചെയ്യാം. 10 തവണ ശ്വാസം എടുത്ത് വിടുക, എന്നിട്ട് തിരിച്ചു വരിക. വെരി ഗുഡ്. സ്ലോ ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. ദിവ്യ, ഈ ഒരു പോസ്റ്റ് ഡെയിലി വർക്ക്ഔട്ട് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രാവിലെ നേരത്തെയോ ചെയ്യണം കേട്ടോ. ഗുഡ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ കൗണ്ടർ പോസ് ഉണ്ട്, അതാണ് ഫിഷ് പോസ്. അപ്പൊ ഫിഷ് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കാല് നീട്ടിയിട്ട് കിടക്കുക. എന്റെ കാല് ഇപ്പൊ കാണേണ്ട കാര്യമില്ല, കാല് ഫുൾ സ്ട്രെച്ച് ചെയ്ത് നീട്ടി കിടക്കുക കേട്ടോ. സോറി. എൽബോ ഇങ്ങനെ വെക്കുക. ഞാൻ ഇത്ര ക്ലോസർ ആയിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഗ്യാപ്പ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ബാക്കിന്റെ ഗ്യാപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഇത് കാണിച്ചിരുന്നു. ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക, സ്പൈൻ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് മുകളിലേക്ക്, എന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ ഈ ഭാഗം ടോപ്പ് ഓഫ് യു ഹെഡ് താഴെ വെക്കുക. കൈ രണ്ടും അബ്ഡോമനിലേക്ക്. ഇപ്പൊ നമ്മൾ 10 സെക്കൻഡ് ഷോൾഡർ സ്റ്റാൻഡ് ചെയ്തു എങ്കിൽ
ഇത് ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ഹാഫ് ഓഫ് ദ ടൈം എന്നാണ് പറയാം കൗണ്ടർ പോസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്ന് ക്ലാസ്സിലെ ആൾക്കാരെ കുറച്ച് കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. നാളെ നമ്മുടെ ഒരു ഫ്രീ വെബിനാർ നടക്കുകയാണ്. അപ്പോ അത് സുംബ ക്ലാസ്സിന്റെ തന്നെ ഫ്രീ വെബിനാർ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് വെബിനാർ നടത്തിയ പോലെ തന്നെ കുറച്ച് ടോക്സ് ഉണ്ടാവും, പക്ഷെ അത്രയും വലിയ വെബിനാർ അല്ല, ചെറുതാണ്. അപ്പോൾ 1 അവറിലൊക്കെ ഒതുക്കാനാണ് തീരുമാനം. അപ്പൊ ഫസ്റ്റത്തെ 35 മിനിറ്റ്സ് ആയിരിക്കും. ഫസ്റ്റത്തെ 15 മിനിറ്റ്സ് വെബിനാറിന്റെ ടോക്ക് ആയിരിക്കും 15. അപ്പൊ നിങ്ങൾ ക്ലാസ് കയറുന്നെങ്കിൽ ഒരു 7:15 ഒക്കെ ആകുമ്പോൾ കയറിയാലും മതി. നേരത്തെ കയറുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വർക്ക്ഔട്ട് മാത്രം ഫോക്കസ് ചെയ്ത് വരികയാണെങ്കിൽ 7:15 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നാളെ കാണാം. ഡയറ്റ് അയച്ചുവിടാം. ഗുഡ് നൈറ്റ്. അപ്പൊ നാളെ പുതിയ ആൾക്കാരെയൊക്കെ കാണാം. നാളെ പുതിയ ആൾക്കാരെ കാണാം. ശരി, ബൈ. ഗുഡ് നൈറ്റ്.